കടച്ചക്ക, ചീര, മാങ്ങ അടിപൊളിയാണ്. എരിവും പാകത്തിനായി കുറേ നാളായി കഴിക്കണം കടച്ചക്ക. അങ്ങനെ എനിക്കും വെള്ളം ഇറങ്ങി തുടങ്ങിട്ടാ. വെള്ളം ഇറങ്ങി തുടങ്ങി. ഇനി എനിക്കും വിശന്ന് തുടങ്ങിട്ടാ. അപ്പൊ ഇങ്ങനെ ആദ്യം തന്നെ നമുക്ക് സ്വാമിക്ക് വെള്ളമൊക്കെ തെളിച്ച് സ്വാമി ശരണമയ്യ കൊതിയായിട്ട് വയ്യ. ഇനി ഇങ്ങനെ ഉണ്ട് ഇതും ഈ ചീരയും ഈ കറിയും കൂടി കൂട്ടി അങ്ങോട്ട് കടച്ചക്ക കൂട്ടി അങ്ങോട്ട് കുഴയ്ക്കുക. ഈ പപ്പടം അങ്ങോട്ട് എടുക്കുക. ഇങ്ങനെ കൂട്ടി കുഴച്ച് സംഭവം ജാതി ലെവലിൽ ഞാൻ ഉണ്ടാവും. പിന്നെ ഞങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ കിണ്ണത്തിൽ ഞങ്ങൾ എല്ലാ കറി ഇടുമ്പോൾ കാരണം വേറെ പാത്രത്തിൽ ആ ഒരു രസമില്ല. ഇതിങ്ങനെ നിറഞ്ഞ് നിൽക്കാണ്ട് ഇതിങ്ങനെ ഇങ്ങനെ മാങ്ങച്ചാറ് ഇത് അങ്ങനെ എടുക്കുക. ഇതൊരു മാങ്ങ. നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നെന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ഒരു കുക്കിംഗ് വീഡിയോ ആണ്. അപ്പോൾ ഷാലൂസ് പറഞ്ഞു കടച്ചക്ക വാങ്ങണമെന്ന് കുറേ നാളായി പറയും. അപ്പോൾ ഞാൻ എന്നും കടലിൽ പോയി ചോദിക്കും കടച്ചക്ക ഒന്ന്. സംഭവം നമ്മുടെ തറവാട്ടിൽ അമ്മാവരവിടെ ഉണ്ട്, പക്ഷെ അവിടെ ഉണ്ടായിട്ടില്ല. കടച്ചക്ക മരം മാത്രമായിട്ടുള്ളൂ. പിന്നെ ചെറിയ പൂവൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുള്ളൂ, കായായിട്ടില്ല. അപ്പോൾ നമ്മൾ കടലിൽ ചോദിച്ച് ഇന്നലെ നമുക്ക് കടച്ചക്ക കിട്ടിയിട്ടുണ്ട്. പക്ഷെ ആ കടച്ചക്കര വില കേട്ടപ്പോൾ നമ്മളെ ബോധം പോയി. 1 കിലോന് 170 രൂപയാണ് വില. അപ്പോൾ അന്നേരം നോക്കി നമ്മൾ വില നോക്കിയില്ല. സംഭവം നമ്മൾ 170 രൂപയ്ക്ക് ആദ്യമായിട്ടാണ് നമ്മൾ ഇത് കാശ് കൊടുത്താലും വാങ്ങാറില്ല. നമ്മൾ അമ്മാവരോട് നോക്കി കൊണ്ടിരുമ്പോൾ വയ്ക്കാറ്. സംഭവം ഇപ്പോൾ ഒരെണ്ണം വാങ്ങി ഇപ്പം അരിഞ്ഞ് ഇത്രയുണ്ട്. അപ്പോൾ ഇന്നത്തെ മാതിരി ഇപ്പോഴാണ് ഓർമ്മ വന്നത് വീഡിയോ എടുക്കാം. അപ്പോൾ ഷാലൂസ് ഇങ്ങനെ ഉറക്കത്തിൽ നിന്ന് ഏറ്റവും വന്നപ്പോൾ അന്നൊരു വീഡിയോ എടുത്താലൊന്ന് ആലോചിച്ചു. അപ്പോൾ ദേ ഇങ്ങനെ അരിഞ്ഞിങ്ങനെ ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ചെറിയ ചെറിയ പീസുകളാക്കണം. അപ്പോൾ ഇനി അത് വെക്കണ ഒരു കുക്കിംഗ് വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകണം. അത് വലിയ സംഭവമൊന്നുമില്ല, നമുക്കറിയണ പോലുള്ള കുക്കിംഗ് വീഡിയോ ആണ്. വലിയ നമ്മളിപ്പോൾ ഇത് കണ്ടിട്ട് ഇനി ആരും വെച്ചിട്ട് കൊള്ളാവണ്ട. അപ്പം ഇതാണ് നമ്മുടെ കുഞ്ഞ അടുക്കള കേട്ടോ. അടുക്കള എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ മിന്നൂസിനും ഷാലൂസിനുള്ള വെള്ളം ചൂടായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് നമ്മുടെ ഇന്നലത്തെ ചോറാണ്. ഈ സാധനം നമ്മുടെ കുട്ടിക്കുള്ളതാണ്. നമ്മുടെ പട്ടിയില്ലേ അതിനുള്ളതാണ് കുട്ടി, അതിനുള്ള ചോറാണത്. അത് ഇന്നലത്തെ ബാക്കി നമുക്ക് കഴിക്കാൻ പറ്റില്ല മലയ്ക്ക് പോകണ കാരണം. അപ്പോൾ നമ്മൾ അത് തിളപ്പിച്ചുറ്റിരിക്കുകയാണ് കുട്ടിക്ക് കൊടുക്കാൻ. പിന്നെ അതേ വെള്ളം ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ കുഞ്ഞ അടുക്കളയുടെ ഒരു ഇതിട്ടാ. പിന്നെ നമ്മുടെ കുഞ്ഞ സ്റ്റൗവ്, കുഞ്ഞ സാധനങ്ങൾ, ഇത്രയൊക്കെയുള്ള നമ്മുടെ സാധനങ്ങൾ കേട്ടാ. അപ്പോൾ നമുക്ക് ഇവിടെയാണ് നമ്മൾ കുക്ക് ചെയ്യാൻ പോണത്. നമ്മൾ സ്റ്റൗവിലാണ് കുക്ക് ചെയ്യാൻ പോണത്. നമുക്ക് എളുപ്പത്തിന് നമ്മുടെ കുക്കർ വെച്ചിട്ട് ഒരു വിസിലടിക്കാം. ഇതൊക്കെയാണ് സംഭവങ്ങൾ കേട്ടോ. അപ്പോൾ മലയ്ക്ക് പോണ കാരണം എന്നും ഇങ്ങനെ തന്നെയായിരിക്കും. പിന്നെ ഈ കാറ്റൊക്കെ കാരണം അവിടെ നിന്ന് വെയിലടിക്കുന്ന കാരണം ഇതാണ് നമ്മുടെ വിറകൊക്കെ വെച്ചിട്ടുള്ളത്. ഇതിന് മുകളിൽ ഇവിടെ നിന്ന് കണ്ട കറക്റ്റ് വെയിലടിക്കുന്ന കാരണമാണ് ഇതിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിനി കുക്ക് ചെയ്യാം കേട്ടോ. നമ്മുടെ കുക്കറും പിന്നെ നമ്മൾ കടച്ചക്ക നന്നാക്കി ഇവിടെ കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ. വെള്ളത്തിൽ തന്നെ ഇട്ടിക്കണത്. അപ്പോൾ നമുക്ക് ഈ സംഭവം ഇതിലേക്ക് എടുത്തിടാം. ഈ സാധനം ഇതാക്കി ഇതിലേക്ക് എടുത്തിടാം. അങ്ങനെ കുക്കറിലേക്ക് ഉള്ളെടുത്തിടാം കേട്ടോ. നമുക്ക് നമ്മുടെ കടച്ചക്കതേ നമ്മുടെ കുക്കറിൽ ഇട്ടുണ്ട്. അപ്പോൾ നല്ല വെള്ളം നിറയുണ്ട് കേട്ടോ. കഴുകിയപ്പോൾ അതിൻ്റെ പശയൊക്കെ പോയി സെറ്റായിട്ടുണ്ട്. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ് ഇടാം നമുക്ക്. ഇത് നമ്മളെ കല്ലുപ്പ്, ഇത് മഞ്ഞൾപ്പൊടി. അപ്പോൾ ഇത് നമുക്ക് കുറേശ്ശെ ഇതിലേക്ക് ഇടാം കേട്ടോ. മഞ്ഞൾപ്പൊടി ഇടാം ലേശം മതി. പിന്നെ കുറച്ച് ഉപ്പിടാം. പഞ്ചസാര ആണോ നോക്കട്ടെ. ഉപ്പും പഞ്ചസാരയൊക്കെ സെയിമാണ്, സെയിം പാത്രത്തിലിരിക്കുന്നു. ഇത് കല്ലുപ്പ് തന്നെയാണ് കേട്ടോ. വേണ്ട, കല്ലുപ്പ് കുറച്ചിട്ടുണ്ട്. ലേശം കൂടി ഇടാം. ഉപ്പ് ഇത്തിരി കൂടി കഴിഞ്ഞാൽ ചോറിന് ഉപ്പിടുന്നില്ല. അപ്പോൾ ചോറ് ഇത്തിരി കൂട്ടി കഴിച്ചാൽ മതി. അപ്പോൾ സാധനം സെറ്റായി.
ഇനി കുറച്ച് വെള്ളം ഒഴിക്കുക. നമുക്ക് അടപ്പത്ത് വെക്കാം കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. സംഭവത്തിൽ കൂടുതലാന്ന് തോന്നുന്നുണ്ട്. കാരണം എനിക്ക് സംഭവം കുക്കറിലെ കളി കാരണം ഇത്തിരി പേടി. ഇനിയിപ്പോൾ വെള്ളം ഇല്ലാണ്ട് വേണ്ട. സംഭവം ഒരു വിസിലണ്ട വേണ്ടോ. നമുക്ക് സാധനം അടപ്പത്ത് വയ്ക്കാൻ. അപ്പോൾ ഒരു വിസിൽ വന്നിട്ട് അപ്പോൾ നമുക്കിവിടെ ഇറക്കി മെല്ലെ വയ്ക്കാം. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് എടുക്കാം. അപ്പോഴേക്കും നമുക്ക് ഉള്ളിയും കാര്യങ്ങളൊക്കെ മുറുക്കി സെറ്റാക്കാം. കാച്ചാനുള്ളത് വെളുത്തുള്ളി, ചുവന്നുള്ളി, വേപ്പിലൊക്കെ സെറ്റാക്കി വെക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ സംഭവം തുറന്ന് നോക്കാം. വിസിലൊക്കെ പോയിട്ട് ഒരു വിസിൽ അടിച്ചിട്ടുള്ളൂ, 2 വിസിൽ അടിക്കാനൊക്കെ തോന്നുന്നു. എന്താണോ പിന്നെ ഇതേ ഒന്ന് കാശ് കൊണ്ട് വാങ്ങിയത്. ഇനി എന്ത് ചെയ്യണ്ടെന്ന് വെച്ചിട്ടാണ് സംഭവം നോക്കട്ടാ. ആയിട്ട് തോന്നുന്നുണ്ട്. സംഭവം നോക്കി നോക്കട്ടാ. അമ്മോ ഭാഗ്യം കിട്ടാ. സംഭവം ആയിണ്ട്. 2 വിസിൽ അടിച്ചിരുന്നെങ്കിൽ പെട്ടുപോയേനെ. കണ്ടാ ഇനി ഇളക്കി കഴിഞ്ഞാൽ ചിലപ്പോ തുടയും. നമുക്കപ്പോ ഇത് കാച്ചാ. ആദ്യം നമ്മൾ തീ ഒന്ന് കത്തിച്ചു, നമ്മളന്ന് ബജ്ജി ഉണ്ടാക്കിയ അതേ ചീഞ്ചട്ടി തന്നെയാണ് കേട്ടാ. നമ്മുടെ ചീഞ്ചട്ടിയൊക്കെ ഇങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ കേട്ടോ. കാരണം അടുപ്പിലൊക്കെ വെക്കുന്ന കാരണേ. അല്ലാണ്ട് നമ്മൾ കഴുകാണ്ടൊന്നല്ല. അടുപ്പിൽ വെക്കുമ്പോൾ അടുപ്പിൻ്റെ ഒരു കരി അങ്ങനെ പോയി ആ ചീഞ്ചട്ടിലുണ്ടാവും. തീ ഇത്തിരി കുറച്ചൊക്കെയാണ്. കുറച്ച് നമ്മൾക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. അമ്മോ വെളിച്ചെണ്ണ ഒഴിച്ചു. പിന്നെ നമുക്ക് ചുവന്നുള്ളി കിട്ടിയില്ല. അപ്പോൾ നമ്മൾ സബോള എടുത്ത് സെറ്റാക്കി. ചുവന്നുള്ളി കഴിഞ്ഞാൽ അറിഞ്ഞില്ല കേട്ടാ. പിന്നെ വെളുത്തുള്ളിക്ക് ഉണ്ട്. പിന്നെ വേപ്പിൻ്റെ നമ്മളെ വേപ്പ് മരം ഇവിടെ ഉണ്ട്. അപ്പം നമ്മൾ ലൈവ് പോയിട്ട് പൊട്ടിച്ച് കൊണ്ടുവന്നാണ്. അതിപ്പോൾ പൊട്ടിച്ച് കൊണ്ടുവന്നതാണ്. സംഭവം നമുക്ക് ഇതിലേക്ക് വേണ്ടി ഇടാവും. അപ്പോൾ നമ്മൾ കുത്തുമുളക് ഇടുന്നില്ല പ്രാവശ്യം നമ്മൾ സാധാ മുളക്. ഷാലൂസിന് കഴിക്കാൻ പറ്റില്ല ഞാൻ പറഞ്ഞു. ആദ്യം കുത്തുമുളക് ഇറന്നു. ഇപ്പോൾ 5-ാം മാസമായപ്പോൾ ഇപ്പോൾ കുത്തുമുളക് പറ്റണ്ടായി. നമുക്ക് വേപ്പിൻ്റെ അരങ്ങൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരുമിച്ചാണ്ട് മുരിഞ്ഞു പോകും. ചേട്ടാ വേപ്പിൻ്റെ ചേട്ടാ കേട്ടാ 2 സ്പൂൺ വേണോ? 2 സ്പൂൺ അല്ലേ? അതിന് 2 സ്പൂണ് വെള്ളം ഉണ്ട്. വെളിച്ചെണ്ണ കഴിക്കാം. നമുക്ക് ഇതിലിട്ടൊന്ന് മൂക്കട്ടതാണ്. ലേശം തീ കൂട്ടി കേട്ടോ. കുറച്ച് തീ കൂട്ടി വെച്ചിട്ടുണ്ട് പെട്ടെന്നാവാൻ വേണ്ടിയിട്ട്. സെറ്റായി. നല്ല മണമൊക്കെ വന്നു തുടങ്ങി കേട്ടാ. ഒഴിയാനല്ല കൂടുതല. നമുക്കങ്ങനെ കഷ്ണം ഇടാം. ബലം പിടിച്ചു കഴിഞ്ഞാൽ അപ്പോടെ ഉണ്ടാവും. അതിനിടില്ല മൊത്തം കൊടുക്കാം. എന്താ പോലെ ഒരു കൂടിയേ സാധനം ഇട്ടിട്ട് കുത്തുമുളക് ടേസ്റ്റ് തോന്നുന്നു. കഴിക്കും ഓക്കെ. കുത്തുമുളക് ടേസ്റ്റ് തോന്നുന്നുണ്ട്. കുഴപ്പമില്ലല്ലേ? അത്ര വലിയ ഉടച്ചിലൊന്നും ചെയ്യുന്നില്ല. ചൂട് ചോറ്
വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടാ. ഓഹോ അങ്ങനെ വേണ്ട. മിന്നുവിന് ഈ സംഭവം ഒന്നും ഇഷ്ടമല്ല കേട്ടാ. മിന്നൂസി പറഞ്ഞ മാതിരിയാ ഒന്നും കഴിക്കില്ല. എരിവ് ഇത്തിരി കൂടിയോ സംശയം കേട്ടാ. ഇനി അത് ഇളക്കണില്ല നമ്മള്. ഇതാണ് സാധനം. നോട്ടെ കഷ്ണം എടുത്ത് കഴിച്ചോട്ടെ. എരിവ് സ്വല്പം കൂടുതലാന്നുള്ളൂ. ചോറ് കൂട്ടി കഴിക്കുമ്പോ സെറ്റാവും. അങ്ങനെ കറിയും ചോറും എല്ലാ പണികളും കഴിഞ്ഞു കേട്ടോ. കറി വെപ്പും ചോറ് വെപ്പും ഒക്കെ കഴിഞ്ഞു. ഇനി ഷാലൂസിന് ചോറ് കൊടുക്കലാണ്. അപ്പോൾ എന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ ചീരക്കറിയും കൂടി ഇതിൻ്റെ ഇടയിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചീരക്കറി വെച്ചു, പിന്നെ കടച്ചക്ക വെച്ചു, പിന്നെ ഒരു 2 പപ്പടം ഉണ്ട്, പിന്നെ അച്ചാർ നമ്മുടെ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അത് ഇടാൻ വേണ്ട ഇതിൽ. അപ്പോൾ നമുക്ക് ഷാലൂസിന് കൊണ്ടു കൊടുക്കാം കേട്ടോ. ഷാലൂസിന് ചോറ് കൊണ്ടുപോകാം. കളർ മാറി വരുന്നില്ല. അങ്ങനെ ഷാലൂസ് ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇതേ എല്ലാ ആളും ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇവിടെ അത് വിളിച്ചില്ലല്ലോ. അങ്ങനെ ഷാലൂസിന് ഇഷ്ടപ്പെട്ട കറിയും പപ്പടം. അപ്പം ഇനിയിപ്പോൾ കുറേ നേരം അയാൾ നോക്കിയിരുന്നു. അത് കുഴപ്പമില്ല, കറിയൊന്നും കുഴപ്പമില്ല എനിക്കിനി. പക്ഷേ ആ പപ്പടവും അച്ചാറിടണം. അതിൽ അച്ചാറ് നെല്ലിക്ക വീഴും, മറ്റേ മാങ്ങ അടിപൊളിയാണ്. എരിവും പാകത്തിനായി കുറേ നാളായി കഴിക്കണം. അങ്ങനെ എനിക്കും വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടാ. വെള്ളം ഇറങ്ങി തുടങ്ങി. ഇനി എനിക്കും വിശന്ന് തുടങ്ങിയിട്ടാ. കടച്ചക്ക ഞങ്ങൾ കുറെ അന്വേഷിച്ചു കേട്ടോ. അന്വേഷിച്ചതിന് ശേഷം പറഞ്ഞ് കടക്കാരൻ കൊണ്ടുവന്നാണ് ഇപ്പോൾ. അവിടെ ആയിട്ടില്ല. അവിടേക്ക് പോയി തപ്പി. അപ്പൊ ഞാനും കൂടി കുറച്ച് ചോറ് എടുത്ത് കൊണ്ടുവരാം. അങ്ങനെ കുറച്ച് ചോറ് എടുത്ത് ഇപ്പൊ ഷാലൂസ് കഴിക്കണാണ്ട് എനിക്ക് കൊതിയായി തുടങ്ങി. ഞാനും ചോറെടുത്ത് കഴിക്കാം. അപ്പൊ അങ്ങനെ ഷാലൂസ് കഴിക്കണായിട്ട് എനിക്കും കൊതിയായി തുടങ്ങി. ഞാനും കഴിക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ. പിന്നെ എന്താ നിലത്തിരിക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളെല്ലാവരും നിലത്താണ് ഇരിക്കാറ്. അപ്പൊ ഷാലൂസ് പിന്നെ പ്രഗ്നന്റ് ആയപ്പോൾ ആൾക്ക് ഇരിക്കാൻ പറ്റില്ല. പിന്നെ ഞാൻ സമയം നിലത്തന്നെ ഇരിക്കാറ്, പീഠത്തമ്മനെ ഇരിക്കാറ്. അപ്പൊ നമുക്ക് തുടങ്ങാം. അപ്പൊ ഇങ്ങനെ ആദ്യം തന്നെ നമുക്ക് സ്വാമിക്ക് വെള്ളമൊക്കെ തെളിച്ച് സ്വാമി ശരണമയ്യ കൊതിയായിട്ട് വയ്യ. ഇനി ഇങ്ങനെ ഉണ്ട് ഇതും ഈ ചീരയും ഈ കറിയും കൂടി കൂട്ടി അങ്ങോട്ട് കടച്ചൊക്കെ കൂട്ടി അങ്ങോട്ട് കുഴയ്ക്കുക. ഈ പപ്പടം അങ്ങോട്ട് എടുക്കുക. ഇങ്ങനെ കൂട്ടി കുഴച്ച് സംഭവം ആദ്യം ലെവലിൽ ഞാൻ ഉണ്ടാവും. പിന്നെ ഞങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ കിണ്ണത്തിൽ ഞങ്ങൾ എല്ലാ കറി ഇടുമ്പോൾ കാരണം വേറെ പാത്രത്തിൽ ആ ഒരു രസമില്ല. ഇതിങ്ങനെ നിറഞ്ഞ് നിൽക്കാണ്ട് ഇതിങ്ങനെ ഇങ്ങനെ അല്ലെങ്കിൽ മാങ്ങച്ചാറ് ഇത് അങ്ങനെ എടുക്കുക. ഇതൊരു മാങ്ങ അങ്ങനെ കഴിക്കാം. അടിപൊളിയാണ് കേട്ടാ. അപ്പൊ കറിയും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ അത് ഷാലൂസിന് ഇഷ്ടപ്പെട്ട് കുറെ നാളായി ഈ കടച്ചക്ക അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇനി ഷാലൂസിന് എന്തിന്റെ ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി അടുത്ത ഒരെണ്ണം കണ്ടുപിടിച്ച് ഞാൻ പറയുമ്പോ അടുത്തൊരു വീഡിയോ കുക്കിംഗ് വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പൊ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ ഇനി അടുത്ത വീഡിയോ ആയി ഇനി പിന്നെ ഒരു ദിവസം കാണാം കേട്ടോ. ബൈ.